മെയ് 12 ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ, മാലാഖമാരുടെ ദിവസം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരുടെ ഒരു സമരത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഈ മാലാഖമാരുടെ ദിവസം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നേഴ്സുമാരുടെ പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്തിനായിരിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്ന എൻ്റെ കുറച്ച് അഭിപ്രായമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പറയേണ്ട, ഈ ഒരു നേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് രണ്ട് എക്സ്ട്രീമുകളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇത് പഠിച്ച് ഒന്ന് സെറ്റിലായി ഒരു ഒരു പുറത്തൊക്കെ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിലാകാൻ പറ്റിയ ഒരു വെൽ പ്രൊഫഷണലായിട്ടുള്ളൊരു, അങ്ങനത്തെ ഒരു ഹൈലി സ്കിൽഡ് പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യുന്ന രാജ്യങ്ങളുള്ള, അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന ഈ സമരങ്ങളുടെ ഭാഗം നോക്കുമ്പോൾ വേണ്ടത്ര രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അറ്റൻഷൻ കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു ശമ്പളം പ്രോപ്പർലി കിട്ടാത്ത ഒരു സാധാ ജോലിയായിട്ട് മാറുന്നുണ്ട്. ഒരു രണ്ട് എക്സ്ട്രീമുകൾ ഈ ഒരു പ്രൊഫഷനുണ്ട്. സോ ഞാൻ ആദ്യത്തെ ഇതിനെപ്പറ്റി പറയുന്നില്ല. അതായത് നമ്മൾ ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുന്നു, അതിന് ശേഷം പുറം രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ സെറ്റിലാവുന്നു, അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അവർ ഇതിൽ ഭാഗമല്ല, എന്നാൽ പോലും ആസ് എ നേഴ്സ് അവർക്കും അതൊരു ചെറിയ ഇതുണ്ട്. എന്നാൽ പോലും അവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇന്ന് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ജനങ്ങൾ, അല്ലെങ്കിൽ പൊതുവായി കുറേ ആളുകളെങ്കിലും ആ ഒരു രീതിയിലാണ് എല്ലാവരെയും കാണുന്നത്. സോ നേഴ്സിംഗ് പഠിക്കുന്നത് ഇങ്ങനെ പുറത്തൊക്കെ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് സാലറി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം ഇങ്ങനെ പോകുന്നവരാണ്. പക്ഷേ ഏറ്റവും പ്രസക്തമായ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എല്ലാ ആളുകൾക്കും നാട്ടിൽ തന്നെ നിൽക്കണമെന്നൊക്കെ ഉണ്ടാവും. കുറച്ച് പേർക്ക്, വളരെ ചെറിയൊരു പെർസെൻറ്റേജിനായിരിക്കും ഇങ്ങനെ പുറത്ത് പോയി സെറ്റിലാകണം. അത് ഈ പറയുന്ന നേഴ്സിംഗ് പഠിക്കുന്നവർ മാത്രമല്ല, ഇന്ന് ഒരു യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് മറ്റ് രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇന്ത്യ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കേരളം ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കിട്ടേണ്ട കുറച്ച് അറ്റൻഷനുകളോ, അല്ലെങ്കിൽ ഇവിടെ കിട്ടാത്ത പല കാര്യങ്ങളും, അങ്ങനെ തന്നെ പറയുന്നത്, ഇവിടെ കിട്ടാത്ത കുറേ കാര്യങ്ങൾ പുറം രാജ്യങ്ങളിൽ അവർക്ക് കിട്ടുന്നു. അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അതുകൊണ്ടാണ് UK പോലെയുള്ള, അല്ലെങ്കിൽ കാനഡ പോലെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് എന്ത് പഠിച്ചിട്ടും എല്ലാ ആളുകളും പോകുന്നത്. അല്ലെങ്കിൽ നഴ്സുമാർ കുറച്ചുകൂടെ ഇതായിട്ട് പോകുന്നത് നമ്മുടെ UAE പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ എന്താണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്? ശമ്പളം. അതിനെപ്പറ്റി തന്നെ ആദ്യം സംസാരിക്കാം. ശമ്പളം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമ്മളൊരു ശമ്പളത്തിൻ്റെ ഒരു ഇത് പറയുമ്പോൾ കയറുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഫ്രഷർക്ക് ആദ്യം തന്നെ 1,00,000 രൂപ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഭയങ്കര കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. കറക്റ്റായിട്ട് സാലറിയൊക്കെ നല്ല സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. എന്നാൽ പോലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന പോലെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും വളരെ കമ്പാരിറ്റീവ്ലി അവർക്ക് കിട്ടേണ്ടതിനേക്കാൾ വളരെ കുറച്ച് സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട്. സോ ഒരു പുതിയതായിട്ടൊരു കൈൻഡ് ഓഫ് ഒരു കൂട്ടം ആളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആളുകൾ ഇവർക്ക് കൊടുക്കുന്നതിൽ താഴെ അവർക്ക് എന്തായാലും കൊടുക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അതാണ് ഇപ്പോൾ വരുന്ന യങ്സ്റ്റേഴ്സ്, എനിക്ക് തോന്നുന്നു ഈ സമരത്തിൽ ഭാഗമാകുന്നവരെല്ലാം പുതുതായിട്ട് വന്നവരാണ് മെജോറിറ്റി. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെയാണ്. പുതിയതായിട്ട് വന്ന ആളുകളാണ് ഈ ഒരു ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ആ ഒരു ട്രഡീഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാതെ അവരതിനെതിരെ ശബ്ദം ഉയർത്തുന്നു. പഴയ പോലെയല്ല. പണ്ടുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നു, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കയറി അങ്ങനെയൊക്കെ ആയി. പണ്ടത്തെ ഒരു സ്വഭാവം അങ്ങനെ ഉണ്ട്. സോ പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടേണ്ട, ചിലപ്പോൾ അതിന് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ 3 ഇരട്ടി ശമ്പളമോ 4 ഇരട്ടി ശമ്പളമോ അവർക്ക് കിട്ടിയേനെ ഈ ഒരു പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നില്ല. പണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഈ പറയുന്ന പോലെ നഴ്സുമാരുടെ സമരവും അതൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോഴും സ്റ്റിൽ തുടരുന്നു എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഈ സാലറി പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നേഴ്സ് എന്ന് പറയുന്ന പ്രൊഫഷന് മാത്രമല്ല, എല്ലാ പ്രൊഫഷനിലും ഈ ഒരു പ്രശ്നമുണ്ട്. പുതിയതായിട്ട് കയറുന്ന ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് താത്തു കൊടുക്കുക, എന്നാൽ വർക്ക് ലോഡ് എന്നാൽ കുറച്ച് കൊടുക്കുക. അതില്ല, വർക്ക് ലോഡ് ഇതിനേക്കാൾ കൂടുതലാണ്. അതെടുത്ത് പറയണം. ഈ സാലറി പ്രശ്നം പോലെ തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ഡ്യൂട്ടി ടൈമിങ്. ഇപ്പം 9 to 5 അല്ലെങ്കിൽ 9 to 6 എന്ന് പറയുന്നതായിരിക്കാം ഒരു നോർമൽ മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് 9 to 5 9 to 6 ആകാം. അതിന് പകരം 9 to 9 ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിൽ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു. ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് പല ഹോസ്പിറ്റലുകളിലും ഓവർ ടൈമിന് പൈസ കൊടുക്കാറില്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, എനിക്ക് ചെറിയൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് എനിക്ക് ചെറിയ ബന്ധമുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഇതുമായിട്ട് ഭയങ്കരമായിട്ട് ഓൾറെഡി അഡാപ്റ്റായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അവരിപ്പോൾ 9 മണിക്ക് വന്നിട്ട് ചിലപ്പം നൈറ്റ് 9 മണി വരെ ജോലി ചെയ്താലും അവർക്ക് പ്രശ്നമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായിരിക്കും. എന്നാൽ പോലും അത് അവരങ്ങനെ പുറത്ത് കാണിക്കാതെ അവർ ചെയ്യും.
പക്ഷേ ഈ ഒരു കാര്യം പുതുതായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് നോക്കുന്നത്. ഞാൻ ആ ഒരു സിസ്റ്റർ അത്രയും നേരം വർക്ക് ചെയ്യുന്നുണ്ടില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഈ പുതിയതായിട്ട് വരുന്നവർക്കും ഇത് അപ്ലൈ ആവുന്നു. എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ഈ പുറത്ത് പോകുന്നവർ ഏറ്റവും കൂടുതൽ അവരുടെയൊക്കെ അവർ പറയുന്ന അവരുടെ റീലുകളോ അല്ലെങ്കിൽ അവർ പറയുന്ന ഈ വ്ളോഗൊക്കെ ചെയ്യുന്നവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എല്ലാവർക്കും വേണം. എല്ലാ ആളുകളും ശരിയാണ്, പണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ബാലൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ് വരാനും ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ പോലെ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും ഒരു ട്രോമയിലേക്കൊക്കെ പോകാൻ വളരെ ചാൻസ്. ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചാനലിലുള്ള ദേവൻ ഒരു നേഴ്സാണ്. അപ്പം അവനൊന്നും ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു പരിധിക്കപ്പുറത്തോട്ട് നേരിടുന്നൊന്നുമില്ല. അവനോട് ഞാൻ ഇതിന് വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ചോദിച്ചു. അവൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, ബിക്കോസ് അവൻ അത് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എല്ലാ ദിവസവും പോകുന്നു, ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നു, കാണുന്നു, എല്ലാ ദിവസവും കാണും. ചിലപ്പോൾ ഒരു ആഴ്ചയോ ഒരു മാസമോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പർട്ടിക്കുലർ ഒരു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മരിച്ചു പോകും. അത് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുന്നു. അതവർക്ക് നമുക്കറിയാം, ആ പ്രൊഫഷനെ പറ്റി അവർക്ക് ഓൾറെഡി അവർ അവെയറാണ്. എന്നാൽ പോലും അതൊരു ട്രോമയാണ്. സ്ഥിരമായിട്ട് അങ്ങനെ കാണുന്ന ആളുകളുണ്ട്. സോ ഈ വർക്ക് ലോഡ് ഇതുപോലെ വരുന്നു, ഇങ്ങനത്തെ ട്രോമകളൊക്കെ അവരിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നൊരു പ്രൊഫഷൻ അവിടെ ഉണ്ട്, നേഴ്സ് ഉണ്ട്. ഇത് ഈക്വലി ബാലൻസ് ആയിട്ട് പോകണതാണ്. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആളുകളെ കുറച്ച് പേരെങ്കിലും അതിന് ഇവർക്ക് ഡോക്ടേഴ്സിന് കൊടുക്കുന്നൊരു വാല്യൂ ഒരു കാര്യങ്ങളോ ഒന്നും നേഴ്സിന് കൊടുക്കാത്തത് പോലെ ഉണ്ട്. സോ അതും കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ വർക്ക് പ്രഷർ ഭയങ്കരമായിട്ട് വരുന്നു, അതുപോലെ ഇതുപോലെ ട്രോമകൾ ഭയങ്കരമായിട്ട് വരുന്നു. ഇവർക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റാതാകുന്നു. പിന്നെ ശമ്പളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശമ്പളം ഈ ഇതിനനുസരിച്ചാണ് ശമ്പളം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാൽ ഈ പറയുന്ന പോലെ രണ്ട് വശങ്ങളും ഉണ്ട്. ഇത് കറക്റ്റായിട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്, എന്നാൽ ഇല്ലാത്തതുണ്ട്. അപ്പോൾ ജനറലി എല്ലാ ആൾക്കാരും യു കെയിലൊക്കെ പോയി കഴിഞ്ഞാൽ കോടീശ്വരിയാവും എന്നൊക്കെ, അല്ല കോടീശ്വരനാകും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പുറത്ത് കിടപ്പുണ്ട്. ഇപ്പുറത്ത് അതേ സമയത്ത് ഒരു 6000 രൂപ 7000 രൂപയ്ക്ക് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതൊരു ബേസിക് സാലറിയിൽ ഒന്ന് ഫിക്സ് ചെയ്യാതെ സ്ഥിരമായിട്ട്, അതൊരു വലിയ പ്രശ്നമാണ്. അത് എനിക്കൊന്ന് അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് അവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം സാലറി ഇത്ര വേണം, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പോൾ വരുന്നവർക്ക് എനിക്കൊന്ന് ഈ വർക്ക് ലോഡ് മനസ്സിലാവുമ്പോഴാണ് ഇവർക്ക് 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഈ സെയിം സാലറി തന്നെയാണ്, ഞങ്ങൾ സാലറി കൂട്ടിത്തരാം, പക്ഷേ ഷിഫ്റ്റ് മാറും, ഇതൊരു കൂടും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ഓൾറെഡി പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ബാലൻസ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. എസ്പെഷ്യലി നമ്മുടെ ഒരു സമൂഹം എന്നൊരു രീതിയിൽ നമ്മൾ ആ ഒരു വേണ്ടത്ര രീതിയിലുള്ളൊരു പരിഗണനയൊന്നും ഈ ഒരു നേഴ്സിംഗ് എന്ന് പറയുന്നൊരു പ്രൊഫഷന് കൊടുക്കാതെ കൂടെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഭയങ്കരമായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട്. അപ്പോൾ അതോടൊപ്പം ഇവരിങ്ങനെ നോർമലി ഒരാൾ വരുന്ന സമയത്ത് സാലറി ഉണ്ടോ എന്ന് വെച്ചാൽ പ്രോപ്പർലി സാലറി ഇല്ല, വർക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഓവർലോഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡബിൾ ഷിഫ്റ്റൊക്കെ ചില ആളുകൾക്ക് ചെയ്യും, ഭയങ്കരമായിട്ട് ഡബിൾ ഷിഫ്റ്റൊക്കെ വരുന്നു. എന്നാൽ പ്രോപ്പർലി ഈ പറയുന്ന പോലെ സാലറി വരുന്നില്ല, ഡബിൾ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതുപോലെ ഒരുപാട് പ്രഷർ വരുന്നു, അതിനകത്തുള്ള വർക്കുകൾ ഒരുപാട് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കിത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ ഒന്നും അറിയാതെ വരുന്നു. അതാണ്, അതിന് വേണ്ടിയിട്ടാകാം ഇപ്പോൾ നടക്കുന്ന സമരങ്ങളും ഇതൊക്കെ വരുന്നത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അതിനകത്തൊക്കെ നമ്മൾ കോമഡിയിൽ കൊണ്ടുവരാറുണ്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയാണെന്നുള്ളത്. അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ്, നമ്മളൊരു കോമഡി ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സാജറേഷൻ പോലും അവിടെ ഒന്നും അല്ലാത്ത രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് അങ്ങനെയും വരാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞതുപോലെ നേഴ്സ് എന്ന് പറയുന്ന മാലാഖയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന ഹാർട്ടാണെന്ന് നമ്മൾ പറയും. ബ്രെയിൻ എന്ന് പറയുന്നത് ഡോക്ടർ ആൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് നേഴ്സാന്ന് പറയും. പക്ഷേ അതൊക്കെ നമ്മൾ ഈ പറച്ചിലോ പേപ്പറുകളിലോ ആർട്ടിക്കിളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോകളിലോ മാത്രം ഒതുങ്ങാതെ അവർക്ക് വേണ്ട പരിഗണനയും കാര്യങ്ങളൊക്കെ കിട്ടണം, ഡെഫിനറ്റ്ലി കിട്ടണം. ഈ പറയുന്ന ഇപ്പം യൂഷ്വലി നമ്മളിപ്പം ഈ പറയുന്ന നേഴ്സുമാരുടെ സമരത്തെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനികളിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട്
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല നമുക്ക് തോന്നും. പക്ഷേ ഒരു എൻ്റയർ പ്രൊഫഷൻ ഈ ഒരു പ്രശ്നം വർഷങ്ങളായിട്ട് നേരിടുന്നതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു സാഹചര്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കാരണം ഈ പറയുന്ന ഓൾറെഡി വർക്ക് ചെയ്ത നേഴ്സുമാർ തന്നെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചറാണ് ഇതിൻ്റെ ഒരു ഘടകം. പിന്നീട് വരുന്നതാണ് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ മാനേജ്മെൻറ്റുകളോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പറയുന്ന പോലെ സാലറി സ്കെയില് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പണ്ടുള്ളത് പോലൊന്നും അല്ല. അതൊക്കെ എടുത്തു പറയണം. പണ്ടുള്ളതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് രീതിയിലുള്ള നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഇതിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. 40,000 രൂപ നിങ്ങൾക്ക് ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് കുഞ്ഞതാണോ എന്ന് ചോദിക്കുന്ന കൈൻഡ് ഓഫ് ആളുകൾ വരെ ഇവിടെ ഉണ്ട്. പക്ഷേ അവർ ആ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പ്രഷറാണ് ഈ നേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാതെയാണ് അതിനോട് പറയുന്നത്. അല്ല, ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന ഒരു പരിപാടി. മെൻ്റലി ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് സൈഡ് നിൽക്കുന്നത് പോലെയാണ്. ഇതിൻ്റെ ഒരു മെൻ്റലിയും ഒരുപാട് പ്രിപ്പറേഷൻസ് വേണ്ട ഒരു ജോലിയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. സോ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ വരുന്ന മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പം ഈ പറയുന്ന സമരങ്ങളൊക്കെ വന്ന് ഈ പറയുന്ന ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ബേസിക് സാലറി എല്ലാം തുടക്കം തൊട്ടേ കിട്ടുന്ന, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉള്ള ഒരു മേഖലയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. കോവിഡ് സമയത്ത് അറിയാം അവരൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ വേണ്ടത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നേഴ്സസും. രാപ്പകൽ അധ്വാനിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവർ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള ഒരു സർവീസ് മെൻറ്റാലിറ്റി നമ്മളിതിന് കൊടുത്തിട്ട് ഇതൊരു സർവീസ് അല്ലേ, പുണ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് വെക്കാറുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവർ ജോലി ചെയ്യുകയാണ്. എന്ത് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ജോലിയും അതിനുള്ള കൂലിയും കിട്ടണം. മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ഒരു സാധനം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് ഗുണം? അങ്ങനെ വിചാരിക്കുന്ന ഭയങ്കര സർവീസായിട്ട് മാത്രം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ സല്യൂട്ടാണ്. അത് നേഴ്സസ് ഡേ മാത്രമല്ല, അത് എല്ലാ പ്രൊഫഷനിലും നിൽക്കുന്ന, ഏത് പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഡെഡിക്കേറ്റ് ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് മറ്റുള്ള ആളുകളിലേക്ക് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്കൊരു കാര്യം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഒരാൾക്ക്, എനിക്കൊരു മടിയില്ല. പക്ഷേ ഇതേപോലെ ജോലി ചെയ്യുന്ന വേറെ ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവനും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റി വരാതിരിക്കുന്നിടത്തോളം കാലം അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. അപ്പം ഇനിയെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ, പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നഴ്സിംഗ് പ്രൊഫഷൻ എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ UK അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ലാതെ ഇവിടെ തന്നെ വർക്ക് ചെയ്യും എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ മാറട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മളും കുറച്ചൊക്കെ മാറിയിട്ട് അവർക്ക് വേണ്ട ഒരു കൺസിഡറേഷൻ, പറഞ്ഞുള്ള സർവീസും അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു സർവീസ് മാത്രമല്ല അവർ ചെയ്യുന്നത്, അവരും മനുഷ്യരാണ്, അവർക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഒരു നല്ലൊരു അതിലേക്ക് വരട്ടെ. സോ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും, ഈ ചാനലിൽ കുറച്ച് ഒരു നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെന്നറിയാം. സോ എല്ലാവർക്കും ഒരു ഹാപ്പി നേഴ്സസ് ഡേ. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, അതേ പറയാനുള്ളൂ. സോ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു നടക്കുന്ന സമരം അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ പറയാം.